പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞ വാക്കുകളാണ്. ഏലിയ നമുക്കറിയാം പ്രവാചകത്വത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായിട്ടാണ് ഏലിയ അറിയപ്പെടുന്നത്. താബോർ മലയിലെ രൂപാന്തരീകരണത്തിൻ്റെ അവസരത്തിൽ നിയമത്തിൻ്റെ പ്രതിനിധിയായി മോശയും പ്രവാചകത്വത്തിൻ്റെ പ്രതിനിധിയായി ഏലിയായും പ്രത്യക്ഷപ്പെട്ടത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തനായ പ്രവാചകൻ, രാജാക്കന്മാരെ വെല്ലുവിളിക്കുന്ന, ജനത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന അതിശക്തനായ ഏലിയ പ്രവാചകൻ. പക്ഷേ ആ ഏലിയ ഭയന്ന് ഓടുകയാണ്. ജെസബൽ റാണിയെ ഭയന്നാണ് ഓടുന്നത്. ജെസബൽ റാണി നമുക്കറിയാം ഇസ്രായേലിലേക്ക് കടന്നു വന്ന ഒരു വിജാതീയ വനിതയായിരുന്നു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ. ഓമ്രിയുടെ മകനാണ് ആഹാബ്. ഓമ്രി ടൈർ രാജാവുമായി ചെയ്ത സന്ധിയുടെ ഭാഗമായിട്ടാണ് ജെസബൽ ആഹാബിൻ്റെ ഭാര്യയായത്. ജെസബൽ ഇസ്രായേലിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവവിശ്വാസത്തെ തന്നെ പരിപൂർണമായിട്ട് തകിടം മറിച്ചുകൊണ്ട് ബാൽ ആരാധനയും ബാൽ വിശ്വാസവും ഇസ്രായേലിൽ നടപ്പിലാക്കാനായിട്ട് വളരെ ശക്തമായ ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി യാഹ്വേ ആരാധന നിർത്തലാക്കി. യാഹ്വേ ആരാധകരെ കഠിനമായി ശിക്ഷിച്ചു. നേതാക്കന്മാരെ തടവിലാക്കി കൊല ചെയ്തു. പലരും ഒളിവിൽ പോയവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയും ചെയ്തു. 3 വർഷത്തോളം ഒളിവിൽ താമസത്തിന് ശേഷമാണ് അതിശക്തനായ ഏലിയ പ്രവാചകൻ ഒരു ബലപരീക്ഷണത്തിന് ആയി പുറത്തു വന്നത്. കർമ്മല മലയിൽ വെച്ച് ജനത്തെ വെല്ലുവിളിച്ചു. ബാൽ ആരാധകരുടെ പ്രവാചകന്മാരെ, ജെസബൽ പോറ്റുന്ന 850 പ്രവാചകന്മാരെയും സാക്ഷി നിർത്തി ഒരു വെല്ലുവിളി നടത്തി. ഏലിയ ആരാണ് ദൈവം എന്ന് തെളിയിക്കട്ടെ. ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ബലി സ്വീകരിക്കുന്നതാരോ അതായിരിക്കും ദൈവം. യാഹ്വേ അഗ്നി ഇറക്കിയാൽ യാഹ്വേ, ബാലാണ് അഗ്നി ഇറക്കുന്നതെങ്കിൽ ബാൽ. കഥ നമുക്കറിയാം. ബാലിന് ശക്തിയില്ല, കാരണം ബാലൊരു ദൈവമേ അല്ല, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ശക്തനായ സ്രഷ്ടാവായ ദൈവം ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി. യാഹ്വേ, ഇസ്രായേലിൻ്റെ ദൈവം, ഏലിയ ഒരുക്കിയ ബലി സ്വീകരിച്ചു. അതിനുശേഷം ബാലിൻ്റെ പ്രവാചകന്മാർ 850 പേരും കൊല്ലപ്പെട്ടു. ഇക്കാര്യം അറിഞ്ഞ ജെസബൽ ഏലിയായെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഏലിയ ഭയന്ന് ഓടേണ്ടി വന്നത്. മടുത്തു എന്ന് പറയുകയാണ്. കർത്താവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ മരിക്കാനായിട്ട് ഒരുങ്ങിക്കിടക്കുന്ന ഏലിയ, തളർന്ന പ്രവാചകൻ. ഇത് പലരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു വരാം. ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ സാധിക്കാതെ നിരന്തരമായി പരാജയങ്ങൾ നേരിടുമ്പോൾ മതി എന്ന് തോന്നാം. ആശ്രയിക്കാൻ ആരുമില്ല, കൂട്ടിനാരുമില്ല, ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഇനി മരണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അവസാനത്തെ പിടിവിളിയും കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ ഇനി മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഏലിയായുടെ അനുഭവം ഇതാണ്. ഇത്ര വലിയ പ്രവാചകനായ ഏലിയായ്ക്ക് ഇപ്രകാരം ഒരു മരണഭീതി ഉണ്ടാകുമെങ്കിൽ അത് ഏത് സാധാരണക്കാരനും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ദൈവം മരണത്തിൻ്റെ ദൈവമല്ല, ദൈവം ജീവൻ്റെ ദൈവമാണ്. ഏലിയായ്ക്ക് ഇനിയും മരിക്കാനായിട്ടില്ല. ഏലിയായ്ക്ക് ഇനിയും ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ഏലിയ ഹോറബിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. ധർമ്മസ്ഥാപനത്തിന് വേണ്ടി സമറിയയിലേക്ക് ഏലിയ കടന്നു ചെല്ലണം. നാബോത്തിൻ്റെ രക്തം തളക്കെട്ടി കിടക്കുന്ന ജസ്രയേലിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് നീതിയുടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി കടന്നു വരേണ്ടതുണ്ട് ഏലിയായ്ക്ക്. അതുകൊണ്ട് കർത്താവ് ഏലിയായ്ക്ക് ഭക്ഷണം കൊടുത്തു. ദൂതൻ തട്ടി എണീപ്പിച്ചു, പറഞ്ഞു, എണീറ്റു ഭക്ഷിക്കുക. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഹൃദയം കുളിർപ്പിക്കുന്ന വെള്ളവും അദ്ദേഹത്തിന് കിട്ടി. 2 തവണ ഇത് ആവർത്തിച്ചു. അതിൻ്റെ ശക്തിയോടുകൂടി ഏലിയ ഹോറബിലേക്ക് യാത്ര ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അവിടുന്ന് പുതിയ ദൗത്യവുമായി കടന്നു വന്നു. ഇന്ന് ഇത് നമുക്ക് സംഭവിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ എത്ര ദുഷ്കരമായ ദൗത്യമാണ് ഏൽപ്പിക്കുന്നതെങ്കിലും അത് നിറവേറ്റാനുള്ള ശക്തിയും തരും. ഏലിയായ്ക്ക് കൊടുത്തത് ചുട്ടെടുത്ത അപ്പമാണെങ്കിൽ നമുക്ക് നൽകുന്നത് അപ്പം യേശുവിൻ്റെ തന്നെ ശരീരമാണ്. യേശുവാണ് നമുക്ക് ശരീരമായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകിയിരിക്കുക. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. വാങ്ങി പാനം ചെയ്യുവിൻ, ഇതെൻ്റെ രക്തമാണ്.
യേശുവിൻ്റെ ശരീരരക്തങ്ങൾ യേശുവിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്ക് ശക്തി ആർജിക്കാൻ സാധിക്കും. നമ്മുടെ യാത്ര അല്ലെങ്കിൽ ദുഷ്കരമായിരിക്കും. പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലെ ക്ലേശങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കാനുള്ള ശക്തി, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരരക്തങ്ങളായ വിശുദ്ധ കുർബാനയിലൂടെയാണ്. എണീറ്റു ഭക്ഷിക്കുക എന്ന് യേശു പറഞ്ഞു. ഇത് നമ്മോടും പറയുന്നു, എണീറ്റു ഭക്ഷിക്കുക. അവിടുത്തെ വചനം, അവിടുത്തെ ശരീരം, വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരട്ടെ.